നമസ്കാരം. കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ സ്ഥലം മാറ്റങ്ങളുടെ കാലമാണ്. ജനറൽ ട്രാൻസ്ഫർ, അഡ്മിനിസ്ട്രേറ്റീവ് ഗ്രൗണ്ടിലുള്ള ട്രാൻസ്ഫർ, കൂട്ട സ്ഥലം മാറ്റം ഒക്കെ നടക്കുകയാണ്. അതുപോലെ തന്നെ സെൻസസും വരുന്നുണ്ട്. പല ജീവനക്കാർക്കും സെൻസസ് ഡ്യൂട്ടി കിട്ടിയിട്ടുമുണ്ട്. ചിലരെ എന്യൂമറേറ്റേഴ്സായും മറ്റു ചിലരെ സൂപ്പർവൈസേഴ്സായും ഒക്കെ നോമിനേറ്റ് ചെയ്തിട്ടുള്ളതും അവർക്കുള്ള ട്രെയിനിങ് അറിയിപ്പുകൾ ലഭിച്ചിട്ടുള്ളതുമാണ്. ഇങ്ങനെ സെൻസസ് ഡ്യൂട്ടിക്കായി നിയോഗിക്കപ്പെട്ടിട്ടുള്ളവരിൽ ചിലരും ഈ പുതിയ സ്ഥലം മാറ്റ ലിസ്റ്റുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അവരെ ഒരു നിശ്ചിത കാലത്തേക്ക് സ്ഥലം മാറ്റാൻ പാടില്ല എന്ന ഒരു ഉത്തരവ് വന്നിട്ടുള്ള കാര്യം പലർക്കും അറിയില്ല. അതിനെപ്പറ്റിയാണ് ഈ വീഡിയോ. വർക്കിംഗ് ക്ലാസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. മാർച്ച് 27 പൊതുഭരണ വകുപ്പിൽ നിന്നാണ് ഈ രീതിയിലുള്ള ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടുള്ളത്. ആ ഉത്തരവിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. 11/3/2026 കേന്ദ്ര ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി നമ്മുടെ ചീഫ് സെക്രട്ടറിക്ക് അയച്ച ഒരു ഡെമി ഒഫീഷ്യൽ ലെറ്ററാണ് ഈ ഉത്തരവിന് ആധാരമായിട്ടുള്ളത്. ആ കത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: 1948 സെൻസസ് ആക്ട്, 1990 സെൻസസ് റൂൾസ് എന്നിവ പ്രകാരം സെൻസസ് ജോലികൾക്കായി നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥരെ അവരുടെ സെൻസസ് പ്രവർത്തന കാലയളവിൽ സ്ഥലം മാറ്റാൻ പാടില്ല. ഈ സാഹചര്യത്തിൽ സെൻസസ് 2027 സംസ്ഥാന, ജില്ലാ, തഹസിൽ, എന്യൂമറേഷൻ ബ്ലോക്ക് തലങ്ങളിൽ നിയമിക്കപ്പെട്ട സെൻസസ് ഉദ്യോഗസ്ഥരെ അവരുടെ പ്രവർത്തന കാലയളവിൽ സ്ഥലം മാറ്റുകയോ മറ്റൊരു ജോലിയിലേക്കോ മറ്റൊരു ഓഫീസിലേക്കോ പുനർവിന്യസിക്കുകയോ ചെയ്യാൻ പാടില്ല. സെൻസസിൻ്റെ ദേശീയ പ്രാധാന്യം കണക്കിലെടുത്ത് സെൻസസ് പ്രവർത്തനങ്ങൾ അവസാനിക്കുന്ന 2027 മാർച്ച് 31 വരെ സ്ഥലം മാറ്റാൻ പാടില്ല എന്ന് ഉത്തരവാകുന്നു. അപ്പോൾ 2027 മാർച്ച് 31, അടുത്ത വർഷം മാർച്ച് 31 വരെ. നമുക്കറിയാം, വർക്കിംഗ് ക്ലാസിൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടതാണ്, ഈ വരുന്ന ജൂലൈ 1 മുതൽ ഡിസംബർ 31 വരെയാണ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ സെൻസസ് ഡ്യൂട്ടിയുടെ ആദ്യ ഭാഗം. അടുത്ത സ്പെല്ലിൽ, അതായത് ഫെബ്രുവരിയിൽ നടക്കുന്ന ആ ഡ്യൂട്ടിയിലാണ് വ്യക്തിഗത കണക്കെടുപ്പും അതുപോലെ തന്നെ ജാതി സെൻസസും നടക്കുന്നത്. അതെല്ലാം കഴിഞ്ഞ് മാർച്ച് 31 കൂടി മാത്രമേ ഇവരുടെ ജോലികൾ അവസാനിക്കുകയുള്ളൂ. ഈ മാർച്ച് 31 വരെയാണ് സ്ഥലം മാറ്റ ഉത്തരവുകളിൽ ഇവരെ ഉൾപ്പെടുത്തരുത് എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ആ ഉത്തരവിൽ തന്നെ പറയുന്നു, സെൻസസുമായി ബന്ധപ്പെട്ട് സംസ്ഥാന തലത്തിലുള്ള ഒരു കോമ്പീറ്റൻ്റ് അതോറിറ്റി ഉണ്ട്. സെൻസസ് ഓപ്പറേഷൻ ഡയറക്ടർ ആയിരിക്കണം ഇവിടുത്തെ കോമ്പീറ്റൻ്റ് അതോറിറ്റി എന്ന് പറയുന്നത്. ഈ കോമ്പീറ്റൻ്റ് അതോറിറ്റി അഥവാ ഉത്തരവാദിത്തപ്പെട്ട അധികാരിയുടെ മുൻകൂർ അനുമതിയില്ലാതെ ആരെയും സ്ഥലം മാറ്റാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുൻകൂർ അനുമതി ഉണ്ടെങ്കിൽ സ്ഥലം മാറ്റം നടത്താം. ഇങ്ങനെ സെൻസസ് ഡ്യൂട്ടി വന്നിട്ടുള്ളവരെയും സ്ഥലം മാറ്റാം എന്നാണ് ഈ ഒരു വാചകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ ഉത്തരവ് ചിലർക്കൊക്കെ സന്തോഷവും മറ്റു ചിലർക്ക് നിരാശയും സമ്മാനിക്കുന്ന ഒന്നാണ്. കാരണം കാത്തിരുന്ന സ്ഥലം മാറ്റം കരഗതമായപ്പോൾ സെൻസസ് ഡ്യൂട്ടി വന്നതിനാൽ ആ ട്രാൻസ്ഫർ ഓർഡർ ക്യാൻസൽ ആകേണ്ടി വന്നവരും അപ്രതീക്ഷിതമായി മറ്റൊരു ഓഫീസിലേക്ക് മാറ്റപ്പെട്ടതിൻ്റെ സങ്കടത്തിലിരുന്നവർക്ക് സെൻസസ് ഡ്യൂട്ടി ഒരു ലോട്ടറി ആയി മാറിയതും നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ ഒരു ഉത്തരവ് വന്ന കാര്യം പലർക്കും അറിവില്ലാത്തതുകൊണ്ട് തന്നെ ഈ രീതിയിൽ സെൻസസ് ഡ്യൂട്ടിയുള്ള ചിലർക്ക് ലഭിച്ച സ്ഥലം മാറ്റ ഉത്തരവും കയ്യിൽ വെച്ച് എന്ത് ചെയ്യണമെന്നറിയാതിരിക്കുന്ന കുറേയധികം ആൾക്കാരുണ്ട്. അവർക്ക് സഹായമായിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ചാണ് ഈ ഒരു വീഡിയോ വർക്കിംഗ് ക്ലാസ് ചെയ്തിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ വിവരം അറിഞ്ഞുകൂടാത്ത പലരുമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞല്ലോ, അവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും വർക്കിംഗ് ക്ലാസ്സിനെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പുതിയ വീഡിയോകൾ വരുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. മറ്റൊരു വീഡിയോയുമായി കാണും വരെ താങ്ക് യു.